بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. الآن وقد عصيت قبل وكنت من المفسدين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പുതിയ ഒരു ഹിജറ വർഷത്തിലേക്ക് നാം എല്ലാം അറിയുന്നത് പോലെ നാം പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ പുതിയ ഹിജറ വർഷവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഉണർത്തുകയുണ്ടായി. ഇസ്ലാമിക കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധമായ മാസങ്ങളിൽ ഒന്നാണ് ഹിജറ കലണ്ടറിലെ ആദ്യത്തെ മാസമായ മുഹറം. ഷഹറുല്ലാഹിൽ മുഹറം എന്നാണ് ആ മാസം അറിയപ്പെടുന്നത്. അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്ന്. മുഹറം 10 ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ഒന്നേറെ സന്തോഷകരമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ദിനം. മറ്റൊന്ന് സങ്കടകരമായ ദാരുണമായ ഒരു വധത്തിനു കൂടി സാക്ഷ്യം വഹിക്കപ്പെട്ട ദിനം. ധിക്കാരിയായ ഫിർഔനാണ് മുഹറം 10 കൊല്ലപ്പെട്ടത് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ് ഇറാഖിലെ
കർബലയിൽ വെച്ച് അതിദാരുണമായി ശത്രുക്കളാൽ വധിക്കപ്പെട്ടത്. ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരി എന്നറിയപ്പെടുന്ന അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ലോകത്തിന്റെ റബ്ബ് എന്ന് പോലും വാദിച്ച ആ ഫിർഔൻ മരണം മുന്നിൽ കാണുമ്പോ കടലിൽ മുങ്ങിത്താഴുന്ന നേരത്ത് അവൻ പറഞ്ഞ വാക്കുകൾ ഖുർആൻ അതേപടി ഉദ്ധരിക്കുകയാണ്. സൂറത്ത് യൂനുസിലൂടെ ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, തീർച്ചയായും ലാ ഇലാഹ ഇല്ലല്ലയിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇസ്രായേൽ സന്തതികൾ ഏതൊരു അല്ലാഹുവിലാണോ വിശ്വസിച്ചത് ആ അല്ലാഹുവിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനുമാകുന്നു. അല്ലാഹുവിന്റെ ചോദ്യം, അല്ലയോ ഫിർഔനെ, നിനക്ക് വിശ്വസിക്കാൻ നേരമായത് ഇപ്പോഴാണോ? ഇതിനു മുമ്പ് നീ ധിക്കാരിയായിരുന്നല്ലോ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരിൽ പെട്ടവനുമായിരുന്നല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് ചോദിക്കുകയാണ്. സുഖലോലുപതയുടെ ഔന്നത്യത്തിൽ ഈജിപ്തിലെ ഇസ്രായേല്യരെ അടിച്ചമർത്തി തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അവരെ ദ്രോഹിച്ച് അവരിലെ ആൺമക്കളെ കൊന്നൊടുക്കി പെൺമക്കൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് നാണം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെ അപമാനപ്പെടുത്തിയ ആ ഫിർഔനിന്റെ പതനം കടലിൽ വെച്ചുണ്ടായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആയത്തുകൾ അവിടെ അവതരിപ്പിച്ചു. ആ ആയത്തുകൾ എന്താ? കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ, എത്രയോ തോട്ടങ്ങളും അരുവികളുമാണ് അവനും അവന്റെ അനുയായികളും ഉപേക്ഷിച്ചു പോയത്. എത്രയോ കൃഷിയിടങ്ങളും മാന്യമായ പാർപ്പിടങ്ങളും കൊട്ടാരങ്ങളുമാണ് അവരും അവന്റെ കിങ്കരന്മാരും വിട്ടേച്ചു പോയത്. എത്രയോ സുഖലോലുപതയാണ്, സുഖാഡംബരങ്ങളാണ് അവർ വിട്ടേച്ചു പോയത്. അവയെല്ലാം നാം മറ്റൊരു സമൂഹത്തിന് അനന്തരമായി നൽകി. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, അവന്റെ പതനത്തിന്റെ പേരിൽ ആകാശവും ഭൂമിയും പോലും കരഞ്ഞില്ല, കണ്ണീർ പൊഴിച്ചില്ല. ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. ചില ആളുകൾ മരണപ്പെടുമ്പോൾ അന്ന് എഴുതി വെക്കുമായിരുന്നു എന്നാണ്. ആകാശവും ഭൂമിയും കരഞ്ഞു എന്ന് അവരുടെ കബറിടത്തിൽ എഴുതി വെക്കുമായിരുന്നു എന്നാണ്. ആ വ്യക്തിയുടെ മരണം കാരണം അത്രയേറെ ആളുകൾക്ക് ദുഃഖമുണ്ടായി എന്ന് രേഖപ്പെടുത്താൻ വേണ്ടി. അപ്പൊ അല്ലാഹു അതിന് മറുപടി നൽകുകയാണ്. ആകാശവും ഭൂമിയും ഒരു കുട്ടിയും അവന് വേണ്ടി, അവന്റെ ആളുകൾക്ക് വേണ്ടി കരഞ്ഞില്ല എന്ന്. ആ ധിക്കാരിയുടെ പതനം സംഭവിച്ച ദിവസമാണ് മുഹറം 10. ലോകത്താകമാനമുള്ള അന്ത്യദിനം വരെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പതനത്തെ ഒരു പാഠമാക്കി മാറ്റുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസം അല്ലാഹുവിന് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ടാണ് നോമ്പെടുക്കുന്നത്, നോമ്പെടുത്തത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടു, സുഇല അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു സ്വലാത്തി അഫ്ദലു ബഅദൽ മക്തൂബ, 5 നേരത്തെ ഫർളായ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ഫضലുള്ള നമസ്കാരം ഏതാ? അപ്പൊ റസൂൽ പറയാൻ, അസ്വലാത്തു ഫീ ജൗഫിൽ ലൈൽ, രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരം തഹജ്ജുദ്. പിന്നെ വീണ്ടും ചോദിക്കുന്നു, ഖീല സുമ്മ അയ്യു സിയാമി അഫ്ളലു ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ഫضലുള്ള നോമ്പ് ഏതാണ് നബിയെ? ഖാല ശഹ്റുല്ലാഹി അല്ലദീ തദ്ഊനഹുൽ മുഹറം, ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ചതാണ്. നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന ആ മാസത്തെ നോമ്പാണ്
ഏറ്റവും ശ്രേഷ്ഠമായ ഫضലുള്ള പ്രതിഫലമുള്ള നോമ്പ് എന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹിജറ എന്നെത്തിയപ്പോ അവിടെ ജൂതന്മാരുണ്ട്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം മൂസാ നബി അലൈഹിസ്സലാമും അവരും അഥവാ ജൂതരും ഇസ്രായേലിയരും രക്ഷപ്പെട്ട ദിനം അവർക്കറിയാം. അവരാ ദിവസം നോമ്പെടുക്കുന്നുണ്ട്. ഇത് റസൂലുള്ളാഹിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരിൽ നിന്ന് എതിരാകുവാൻ വേണ്ടി ലഇൻ ബഖീതു ഇലാ ഖാബിൽ ലഅസൂമന്ന താസിഅ, അവരിൽ നിന്ന് എതിരാകാൻ വേണ്ടി 9-നും ഞാൻ നോമ്പെടുക്കുന്നതാണ്. 9-നും 10-നും 9-നും 2 ദിവസം. ഉലമാക്കൾ പറയുന്നത് ഒന്നുകിൽ 9-ഉം 10-ഉം നോമ്പെടുക്കുക, അല്ലെങ്കിൽ 10-ഉം 11-ഉം അങ്ങനെയും ആ നോമ്പെടുക്കാം എന്നതാണ്. ഒരു വർഷത്തെ നമ്മുടെ ചെറുപാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ഒരു നോമ്പാണ് ആശൂറ നോമ്പ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി ആശൂറ ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫറ അസ്സനതല്ലതി ഖബല, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ ഈ നോമ്പ് പര്യാപ്തമാണ് എന്നാണ്. പ്രവാചകന്റെ അരുമ ശിഷ്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, മാ റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറാ സിയാമ യൗമിൻ ഫദ്ദലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗമ ആശൂറ. ഈ ആശൂറ ദിവസത്തിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സന്തോഷിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന വേറെ ദിവസം ഞാൻ കണ്ടില്ല. അത്രയും സന്തോഷത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം നോമ്പെടുത്തതെന്നാണ്. കാരണം ലോകധിക്കാരിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തറം പറ്റിച്ചത് ലോകത്തിന് കാണിച്ചു കൊടുത്ത ദിവസമാണത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ദിവസം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധം നടന്നിട്ടുണ്ട്. ഏറെ ഖേദകരമായിരുന്നു അത്. ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തിനോട് കപടമായ സ്നേഹം വെച്ച് പുലർത്തി പ്രവാചക സ്നേഹം പറഞ്ഞ് പുറത്തു വന്ന റാഫിദിയാക്കൾ, നമ്മൾ പറയുന്ന ഷിയാക്കൾ, ഈ ദിവസത്തെ ഓർക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാമും ഇസ്രായേലിയരും രക്ഷപ്പെട്ട ചരിത്രമല്ല, ഫിറഔനിന്റെ പതനത്തെയല്ല അവർ ഓർക്കുന്നത്. മറിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അവര് ദുഃഖാചരണം 1 മുതൽ 10 വരെ ആ ദിവസത്തെ നെഹ്സായി കാണുകയാണ്. ഒരാൾ മരണപ്പെട്ടാൽ എത്ര ദിവസമാണ് ദുഃഖാചരണം ഇസ്ലാം നിശ്ചയിച്ചത്? ഭർത്താവ് മരിച്ചാൽ ഒരു ഭാര്യക്കാണ് 4 മാസവും അല്പ ദിവസവും ദുഃഖാചരണം പറഞ്ഞത്, ഇദ്ദ ആചരിക്കാൻ പറഞ്ഞത്. അല്ലാത്ത ആര് മരണപ്പെട്ടാലും 3 ദിവസമാണ് തഅസിയത്ത് പറഞ്ഞത്. എന്നാ നോക്കൂ നിങ്ങൾ, നമ്മുടെ ഈ കുവൈറ്റിൽ നമുക്ക് കാണാം ആളുകൾ ഇങ്ങനെ അന്നദാനം മുഹറം 1 മുതൽ 10 വരെ പലതരത്തിലുള്ള ദുഃഖാചരണങ്ങൾ, വാളും കത്തിയും എടുത്ത് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി ആ രക്തത്തുള്ളികൾ നിലത്ത് വീഴുന്നത് വലിയ പുണ്യമായി കാണുന്ന ആളുകൾ, അവരാണ് മുഹറം ആചരണം നടത്തുന്നത്. അവരാണ് പറയുന്നത് മുഹറം 10 കഴിഞ്ഞ് മതി ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നത്, ഒരു പുതിയ കട ഉദ്ഘാടനം ചെയ്യുന്നത്, പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഒരു കല്യാണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്നൊക്കെ മുഹറം 10 കൊണ്ട് കഴിഞ്ഞോട്ടെ. അവിടുന്നാണ് നമ്മുടെ നാട്ടിലേക്കും നഹ്സ് കടന്നു വന്നത്. ഏത് മുഹറം മാസം നഹ്സ് കടന്നു വന്നത്. റസൂലുള്ളാഹി പറഞ്ഞെന്താ, അത്തീറതു ശിർകുൻ, ശകുനം നോട്ടം അത് ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന്. ഒരു സമയത്തെ മോശമായി കാണാം, ഒരു സമയം കൊള്ളില്ല എന്ന് പറയുക. ലാ തസുബ്ബുദ്ദഹർ, ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, ലാ തസുബ്ബുദ്ദഹർ, കാലത്തെ സമയത്തെ നിങ്ങൾ ചീത്ത പറയരുത്. ഇന്നമാ അനദ്ദഹർ ഉഖല്ലിബുൽ ലൈല വന്നഹാർ, ഞാനാകുന്നു കാലം, രാവിനെയും പകലിനെയും മാറ്റി മറിച്ചു കൊണ്ടിരിക്കുന്നവൻ ഞാനാണ്. ഒരു സമയം മോശം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റി മോശമായി ചിന്തിക്കലാണ്, അള്ളാഹിനെ പറ്റി മോശം പറയലാണ് എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹ് രാവും പകലും സൃഷ്ടിച്ചത്, സമയത്തെ സൃഷ്ടിച്ചത് അതിൽ നഹ്സ് തിരയാനല്ല, മറിച്ച് ചിന്തിക്കാനാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന ആളുകൾക്ക്
രാവും പകലും സൃഷ്ടിച്ചതിലും ആകാശഭൂമികളെ പടച്ചതിലും ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പക്ഷെ ഈ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഈ നഹ്സിലുള്ള വിശ്വാസം, ഇത് പണ്ടേ ഉള്ളതാണ്. അത് അന്നേ ജൂതന്മാരിൽ ഉള്ളതാണ്. സൂറത്ത് യാസീൻ പറയുന്നുണ്ട്, ആലോ ഇന്നാ തതയ്യർനാ ബികും ലഇല്ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. 2-3 നബിമാർ ഒരു പ്രദേശത്തേക്ക് വന്നപ്പോ നിങ്ങൾ വന്നത് ഞങ്ങൾക്ക് ശകുനമാണ്, നഹ്സാണ് എന്ന് പറഞ്ഞ ആളുകൾ അന്നുണ്ടായിരുന്നു എന്നാണ്. ഹൂദ് നബിയുടെ കാലത്തുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അത് പണ്ടേ ഉള്ളതാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല. അള്ളാഹുവിന്റെ ഖദറിനനുസരിച്ച് നമ്മളെ ജീവിതത്തിൽ എന്തും സംഭവിക്കുന്നത്. അതിനപ്പുറം ഒരു പൂച്ച ചാടിയാലോ ഒരു പക്ഷി തിളച്ചാലോ മാറുന്നതല്ല നമ്മുടെ ജീവിതത്തിലെ ഖൈറും ഷർറും എന്ന് നമ്മൾ മനസ്സിലാക്കുക. തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും എല്ലാം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കേണ്ടവേ എന്നൊരിക്കൽ കൂടി ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ സംഭവം ഓർക്കപ്പെടുന്ന ദിവസമാണ് മുഹറം 10 എന്ന് നമ്മൾ ഉണർത്തുകയുണ്ടായി. മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനനം മുതലുള്ള ഓരോ സംഭവങ്ങളും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് പറന്നു വീണപ്പോ ആ ഉമ്മാനോട് അള്ള പറയുന്നുണ്ട്, അള്ള ആ ഉമ്മയുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുക, കുഞ്ഞിനെ എടുത്ത് ഒരു പെട്ടിയിലാക്കി നൈലിൽ ഒഴുക്കി വിട്ടോളൂ എന്ന്. എന്താണ് അതിന്റെ കാരണം? ഇസ്രായേല്യരിൽ പിറന്നു വീഴുന്ന ഏതൊരു കുഞ്ഞിനെയും പിറക്കുന്ന സമയത്ത് കൊന്നുകളയാൻ ഫിർഔനിന്റെ ഓർഡർ ഉണ്ട്. തന്റെ ജീവന് ഭീഷണിയാകും എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെയും അവൻ കൊന്നൊടുക്കുകയാണ്. അപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം നടക്കുന്നത്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കാൻ, ബോധനം നൽകുകയാണ്. وأوحينا إلى أم موسى أن أرضعيه فإذا خفت عليه فألقيه في اليم. നീ ഉമ്മാനോട് പറയാൻ, കുഞ്ഞിന് മുലയൂട്ട്, നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യ്, നൈലിലൂടെ കുഞ്ഞിനെ അങ്ങ് ഒഴുക്കി വിട്ടേക്ക്, നിന്റെ അടുത്തേക്ക് ഞാൻ അതിനെ തിരിച്ചു തന്നോളാം എന്ന് പറയാൻ. ഒരു പിഞ്ചു കുഞ്ഞിനെ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുക്കി വിടാൻ ഒരു ഉമ്മാന്റെ മനസ്സിനൊരിക്കലും തോന്നൂല. പക്ഷെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ഒഴുക്കി വിടുന്നു. പക്ഷെ അള്ളാഹു ആ കുഞ്ഞിന് സംരക്ഷണം ഒരുക്കുന്നു. ആരാണോ കൊലപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചത് അവന്റെ കൊട്ടാരത്തിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാം വളരുകയാണ്. പിന്നീട് ഉമ്മയുടെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിക്കപ്പെടുകയാണ്. അവിടെയെല്ലാം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കുന്നവർക്കുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിൽ നമ്മൾ അർപ്പിച്ചാൽ ഒരിക്കലും തുറക്കപ്പെടുകയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പ്രതിസന്ധികൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ അത്ഭുതകരമായി നമ്മെ സഹായിക്കാൻ അള്ളാഹുവിന് പറ്റും എന്നതിന്റെ തെളിവാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ മൂസാ നബീനെ ആ പെട്ടിയിലാക്കി ഒഴുക്കി വിട്ടതും പിന്നീട് നടന്ന സംഭവങ്ങൾ ഓരോന്നും. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം സവിസ്തരം അള്ളാഹു പറയുന്നുണ്ട്. അതിലെല്ലാം ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെയും ആ ജനതയെയും അദ്ദേഹത്തിന്റെ ജനതയെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ ആ സംഭവം, ധിക്കാരിയായ ഫിർഔനെ അള്ളാഹു ലോകർക്ക് പാഠമാക്കി എന്നത് നിലനിർത്തിയ അവന്റെ പതനം, ഇതിൽ നിന്നെല്ലാം പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് ഒരുപാടുണ്ട്. അത് ഉൾക്കൊണ്ട് ജീവിക്കുക. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
യഥാർത്ഥ സജ്ജനങ്ങളിൽ, സത്യവിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഷിർക്കിൽ നിന്നും റബ്ബ് നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. വീഴ്ചകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാവട്ടെ. നാം ജീവിക്കുന്ന ഈ നാട് ശത്രുക്കളിൽ നിന്ന് ഈ നാടിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇതിന്റെ ഭരണകൂടവും ഇതിന്റെ സൈനികരും ഇതിന്റെ നേതൃത്വവും ഒരുപാട് പെടാപ്പാട് പെടുന്നത് നമ്മൾ കണ്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിന് സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ നാടിന്റെ ഭരണാധികാരികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും അതേപോലെ തന്നെ നേതൃത്വം കൂടുതൽ നന്നായി സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി നാടിനെ നയിച്ചു കൊണ്ടുപോകുവാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കളും നമുക്ക് വേണ്ടപ്പെട്ടവരും അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. രോഗക്കിടക്കയിൽ കഴിയുന്ന അവശരായ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗഫ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.